നരകാസുരന്റെ അഹങ്കാരം അവസാനിച്ച കഥയാണ് ദീപാവലിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കഥ. കാലങ്ങൾക്കു മുമ്പ് നരകാസുരൻ എന്ന അസുര രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം വലിയ ശക്തിയും ധൈര്യവുമുള്ളവനായിരുന്നു. പക്ഷേ അഹങ്കാരവും ക്രൂരതയും നിറഞ്ഞവനായിരുന്നു. അവൻ സ്വർഗത്തിലെ ദേവന്മാരെയും ഭൂമിയിലെ ജനങ്ങളെയും ഉപദ്രവിച്ചു. ധാരാളം സ്ത്രീകളെ തടവിലാക്കി. അവരുടെ ആഭരണങ്ങളും ധനവും ഒക്കെ കവർന്നു. ദേവന്മാർ ശ്രീകൃഷ്ണനെയും സത്യഭാമയെയും സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ശ്രീകൃഷ്ണൻ സത്യഭാമയോടൊപ്പം ഗരുഡനിൽ കയറി യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഒരു ശക്തമായ യുദ്ധത്തിനു ശേഷം നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചു. അസുരന്റെ മരണത്തോടെ എല്ലാവരും ആനന്ദിതരായി. തടവിലാക്കിയ സ്ത്രീകൾക്കും ജനങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഓർമ്മയായി ആ ദിവസം നരക ചതുർദശി ആയി ആഘോഷിക്കുന്നു. ദീപാവലിക്ക് മുന്നോടിയായുള്ള ദിനമാണ് ഈ നരക ചതുർദശി ആഘോഷിക്കുന്നത്. നരകാസുരന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരം എപ്പോഴും നാശത്തിലേക്ക് നയിക്കും എന്നതാണ്. നമ്മുടെ മനസ്സിൽ നിന്നും അഹങ്കാരവും ദോഷവും നീക്കി സ്നേഹവും വെളിച്ചവും പകരുന്നതിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും എന്ന ഒരു വലിയ പാഠമാണ് ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.